പോത്തുകലിൽ നിന്നും CK വിജയൻ ചേരുന്നു. പോത്തുകലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി CK വിജയൻ ചേരുകയാണ്. CK വിജയൻ, ഈ പോത്തുകലിൽ നിന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. പല പല ഭാഗങ്ങളിലായി പല പല മേഖലകളായി തിരിച്ച് അതുപോലെ തന്നെ തിരഞ്ഞെടുത്ത് വീണ്ടും തിരയുന്നു. ഈ രീതിയിൽ തെരച്ചിൽ രാവിലെ 6 മണി മുതൽ തുടങ്ങിയിട്ടുണ്ട്. 6 മണിയോട് കൂടിയാണ് ഞാനും നമ്മുടെ ക്യാമറ സംഘമെല്ലാം ചേർന്ന് ഈ പോത്തുകല്ലിൽ നിന്നും ഈ തെരച്ചിൽ നടത്തുന്ന ആൾക്കാർക്കൊപ്പം ഈ ഭാഗത്തേക്ക് പോയത്. മീൻമുട്ടി വെള്ളച്ചാട്ടം തുടങ്ങുന്ന ആ ഭാഗത്തേക്ക് ഈ പോത്തുകല്ല് പുഴയിലൂടെ, അതായത് ചാലിയാർ പുഴയിലൂടെ നമ്മൾ നടക്കുകയായിരുന്നു. ഏതാണ്ട് 12 കിലോമീറ്ററിലധികം ഞങ്ങൾ ഒരു ഭാഗത്തേക്ക് മാത്രം നടന്നു. അപ്പോഴാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ ലഭിച്ചത്. രാവിലെ മുതൽ ആൾക്കാർ തെരച്ചിൽ നടത്തുന്നു. ആ തെരച്ചിൽ നടത്തിയ മൃതദേഹം തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ, എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പോലും ആകാൻ കഴിയാതെ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് ഓരോ സ്ഥലത്തായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നീടാണ് DYFI ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ അത് തണ്ട് കെട്ടി ചുമലിൽ എടുത്ത് ഏതാണ്ട് 6-7 കിലോമീറ്ററിലധികം നടന്ന് അവിടത്തേക്ക് അതിൻ്റെ വനംവകുപ്പിൻ്റെ ഫോറസ്റ്റിൻ്റെ ഓരത്തേക്ക് ട്രാക്ടർ കൊണ്ടുവന്ന് ആ ട്രാക്ടറിൽ കയറ്റി ഇപ്പോൾ ആംബുലൻസിൽ കയറ്റി DNA പരിശോധനയ്ക്കും മറ്റുമായി കൊണ്ടുവരുന്നത്. ഇത്രയധികം സാഹസികമായ പ്രവർത്തനം നടത്താൻ, ഇത്രയധികം ആഴത്തിൽ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി ഈ മരിച്ചവർ ഇവരുടെ ആരുമല്ല, ഇവരുടെ പരിചയക്കാരല്ല, ബന്ധുക്കളല്ല, സുഹൃത്തുക്കളല്ല, ഇവർക്ക് കേൾവി പോലും ഉള്ള ആൾക്കാർ പോലുമല്ല. എന്നിട്ടും അവർ കഴിഞ്ഞ 2 ദിവസമായി ഈ പുഴയുടെ ചെങ്കുത്തായ തീരങ്ങളിൽ, ഈ കുത്തി ഒഴുക്കുള്ള ഈ പ്രദേശങ്ങളിൽ എല്ലാം തന്നെ അവർ തിരയുകയാണ്. അവർ ഓരോ മരത്തിൻ്റെ അടിയിലും കുന്നുകൂടി കിടക്കുന്ന ചപ്പുചവറുകൾ, മാലിന്യങ്ങൾ, ചുള്ളിക്കമ്പുകൾ, മുളങ്കാടുകൾ എല്ലാം തന്നെ വാരി വലിച്ച് പരിശോധിച്ച് അവർ അവിടെ ഒന്നുമില്ല എന്ന് ഉറപ്പാക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെ നിന്ന് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ നടന്നപ്പോഴാണ് ഞങ്ങളുടെ തൊട്ടു മുന്നിൽ 2 മൃതദേഹം ഈ രീതിയിൽ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ രീതിയിൽ നമുക്ക് കാണാനിടയായത്. അവിടെ വെച്ചാണ് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള അന്വേഷണം ആരംഭിച്ചത്. അപ്പോഴാണ് തോടിന് കുറുകെ കയർ കെട്ടി അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. നാട്ടുകാർ ഒഴുകിപ്പോകുന്നു. നമ്മളുടെ കൺമുന്നിൽ വെച്ച് 3-4 പേർ കുത്തൊഴുക്കിൽപ്പെടുന്നു. പക്ഷെ അവർ അതിസാഹസികമായി, അവർക്ക് ഈ വെള്ളമൊന്നും ഒരു വിഷയമേ അല്ല, കുത്തൊഴുക്കൊന്നും ഒരു വിഷയമേ അല്ല. അവർ ഒഴുക്കിന് അനുകൂലമായി നീന്തി ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെ ഒരു മരത്തിന്റെ കമ്പ് പിടിച്ച് അവർ രക്ഷപ്പെട്ടു പോകുന്നു. ഇങ്ങനെ എത്രയെത്ര കാഴ്ചകളാണ് ഈ ദുരന്തത്തിന്റെ പല രീതിയിൽ, പല മുഖങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതിലേറ്റവും വലിയ കാഴ്ചയാണ് ഒരുപക്ഷെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവുക ഈ യാത്രക്കിടയിൽ. ഇങ്ങനെ ഒരുപക്ഷെ വയനാടിൻ്റെ ഈ ഉരുൾപൊട്ടലുണ്ടായതിൽ നിന്നും ഏതാണ്ട് 8-10 കിലോമീറ്റർ മാത്രമേ ഭൂമിശാസ്ത്രപരമായി ഈ സ്ഥലത്തേക്കുള്ളൂ. പക്ഷേ അവിടത്തേക്ക് എത്തുന്നതിന് വേണ്ടി റോഡില്ല. അത് മുഴുവൻ വനമാണ്, വനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇത്രയും ഈ പോത്തുകല്ല് വഴി ചുറ്റിക്കറങ്ങി 12 കിലോമീറ്ററിലധികം ഒരു ഭാഗത്തേക്ക് മാത്രം നടന്ന് ഇങ്ങനെ ആൾക്കാരുടെ മൃതദേഹം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പരിശോധിക്കുക. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ഒരു വീടിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ, 2 ഗ്യാസ് സിലിണ്ടറുകൾ, ഒരു സ്കൂൾ കുട്ടിയുടെ ബാഗ്, നോട്ട് പുസ്തകം, ജനലിൻ്റെ കമ്പികൾ, ഇതൊക്കെ. അപ്പോഴേക്കും അവിടെ എത്തിയ ആൾക്കാർ പറഞ്ഞു, ഇവിടെ മൃതദേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു വീടിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവനായി കുത്തി ഒഴുകി വന്നിട്ടുണ്ട്. അക്ഷരം പ്രതി ശരിയായിരുന്നു. അവിടെ ആ വീടിൻ്റെ ഈ പരിസരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന 2 മൃതദേഹം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും കിട്ടിയതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഷീറ്റിൽ കെട്ടി, തണ്ടിൽ കെട്ടി അല്ലെങ്കിൽ ചുമലിൽ ചുമന്ന് ആൾക്കാർ മൃതദേഹങ്ങൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ 9 മൃതദേഹങ്ങൾക്ക് കാണാൻ ഞങ്ങൾ ഇന്ന് സാക്ഷ്യം വഹിച്ചു. അതിലൊരു മൃതദേഹം മാത്രമാണ് പൂർണ്ണ അർത്ഥത്തിൽ മൃതദേഹം എന്ന് പറയാനുള്ളത്. ബാക്കിയെല്ലാം തന്നെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളായിരുന്നു. അത് എന്താണെന്ന് വിവരിക്കുക വയ്യ, കാണുക വയ്യ, കാണിക്കുക വയ്യ. അത്രമാത്രം ഭീതിതമായ അവസ്ഥയായിരുന്നു ഉണ്ടായത്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുന്നു. ഇന്ന് രാവിലെ മുതലുള്ള അനുകൂലമായ ഘടകം ഇതേവരെ വലിയ മഴ പെയ്തിട്ടില്ല എന്നതാണ്. പക്ഷേ ഇപ്പോൾ മഴ പെയ്തു. ഈ പോത്തുകല്ല് പുഴ ഓരത്താണ് ഇപ്പോഴും നമ്മളുള്ളത്. അതിൻ്റെ രൂപം നോക്കുക, താണ്ഡവമാടി കിടക്കുന്ന ഈ സ്ഥലങ്ങൾ നോക്കുക, മുഴുവൻ കുത്തിയൊഴുകി പടുകൂറ്റൻ മരങ്ങൾ എല്ലാം തന്നെ കടപൊഴുകി കിടക്കുന്നു. തുടരുക. ഇപ്പോൾ അവിടെ നിന്നും ഒരു DYFI പ്രവർത്തകന്റെ പ്രതികരണമുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. 6 മണിക്ക് ഫാം ഗേറ്റിന്റെ പരിസരത്ത് നിന്ന് കേന്ദ്രീകരിച്ച് 6 മണിക്ക് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. ഞങ്ങൾ ഏറ്റവും മുകളിൽ ഇന്നലെ ഇവിടം വരെ നമ്മൾ എത്തിയിരുന്നു. ഇതിന് മുകളിൽ കുമ്പളപ്പാറ കോളനി, ആ പരിസരത്തു നിന്നാണ് ഇപ്പോൾ ഈ മൃതശരീര ഭാഗങ്ങൾ കിട്ടുന്നത്. അവിടെ ഇനിയും ഇത്തരത്തിലുള്ള മൃതശരീര ഭാഗങ്ങളുണ്ട്.
അധികവും കൈയും പിന്നെ കാലും അരക്ക് കീഴ്പ്പെട്ടുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ശ്രീ കെ വിജയനിലേക്ക് തിരികെ പോകാൻ വിജയൻ തുടരുന്നുണ്ട്. വിജയേട്ട, ഒരുപാട് കാഴ്ചകൾ, ഈ കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സ് മരവിപ്പിക്കുന്നതാണെന്നറിയാം. അപ്പോഴും ഈ മേഖലയിൽ നിന്ന് ഇതുവരെ എത്ര മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് ഈ രക്ഷാദൗത്യത്തിലുള്ളവർ പറയുന്നത്? അതിന് കൃത്യമായ കണക്കുകൾ ഇപ്പോഴും പൂർണ്ണമായും ലഭ്യമല്ല മൂത്തി. കാരണം ഇതിന് പല ഭാഗങ്ങളിൽ നിന്നായാണ് ഈ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളോ കണ്ടെത്തുന്നത്. അതിൽ ഒരു ഭാഗം ഈ നിലമ്പൂർ കോളനിയുമായി ബന്ധപ്പെട്ട ട്രൈബൽ കോളനിയുടെ ഭാഗമാണ്. നമ്മൾ നിൽക്കുന്ന പുഴയുടെ തൊട്ടപ്പുറത്തെ കരയിലാണ്. നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അങ്ങനെ വിഷമം പിടിച്ച് പുഴയുടെ തീരത്ത് കുത്തിയിരുന്ന് അവർ ആകുലപ്പെടുന്ന ഒരു നൂറിലധികം വരുന്ന ആദിവാസി സ്ത്രീകളും പുരുഷന്മാരും എല്ലാം തന്നെ അവരുടെ അക്കരയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കടക്കാൻ പോലും കഴിയാതെ അവർ അവിടെ നിൽക്കുകയാണ്. ഈ പുഴയുടെ ഒരു ഭാഗം അവിടെയാണ് കുത്തൊഴുക്കും ആഴത്തിലുള്ള ജലപ്രവാഹവും ഉള്ളത്. അതിൻ്റെ തീരത്ത് നിന്ന് ആണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുള്ളത്. അത് മുഴുവൻ പരിശോധിച്ച് കണ്ടെത്തിയത് അവിടുത്തെ ആദിവാസികളാണ്. അവർ അത് കിട്ടുന്നത് മുറക്കെ ഓരോ സ്ഥലങ്ങളിലായി ഇത് മാറ്റിവെക്കും. അതിനുശേഷം ആൾക്കാരെ വിളിച്ചു വരുത്തി കൊണ്ടുപോകും. രണ്ടാമത്തെ ഭാഗം നമ്മൾ രാവിലെ മുതൽ നടന്നു പോയ ഈ പോത്തുകല്ല് പുഴയുടെ അല്ലെങ്കിൽ ചാലിയാർ പുഴയുടെ ഇപ്പുറത്തെ ഭാഗമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ വയനാടിൻ്റെ ഭാഗത്തേക്ക് കടക്കുമ്പോൾ വലതു ഭാഗത്തുള്ള ഈ ഭാഗത്ത് പൊതുവെ ഒഴുക്ക് കുറഞ്ഞ പ്രദേശമാണ്. ഇവിടെയാണ് പക്ഷേങ്കിൽ ഈ മൃതദേഹങ്ങൾ പലപ്പോഴും കൂറ്റൻ മരത്തിനും അതോടൊപ്പം തന്നെ മതിലിനും മണ്ണിനും ഇടയിലെല്ലാം തന്നെ കുരുങ്ങിക്കിടക്കുന്നത്, പാറക്കെട്ടുകളിലും മറ്റും കുരുങ്ങിക്കിടക്കുന്നത്. ഇങ്ങനെ രണ്ട് മേഖലകളിലും മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ കൺമുൻപിൽ പെട്ടത് 9 മൃതദേഹങ്ങളാണ്. അതിനുശേഷം ഞങ്ങൾ നടന്ന് തിരിച്ച് വീണ്ടും ഈ ഭാഗത്തേക്ക് താഴത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നിന്നും 3 മൃതദേഹങ്ങൾ കിട്ടിയ വിവരം പറയുന്നുണ്ട്. ഞങ്ങൾ രാവിലെ ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഈ പോത്തുകൽ പുഴയുടെ തുടക്കത്തിൽ നമ്മൾ ആ ഭാഗം പിന്നിട്ട് കഴിയുമ്പോഴാണ് 2 പെൺകുട്ടികളുടെ മൃതദേഹം കിട്ടി എന്ന വാർത്ത വന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് 9ഉം 2 11ഉം 2 13 മൃതദേഹങ്ങളുടെ കണക്കുകൾ നമ്മൾക്ക് ടാഞ്ചിബിളായി അല്ലെങ്കിൽ നമ്മളുടെ കൺമുന്നിലൂടെ ഉണ്ട് എന്ന് പറയാം. അതിനപ്പുറവും മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് വനം വകുപ്പിലെയും പോലീസിലെയും അതോടൊപ്പം തന്നെ മറ്റ് രക്ഷാപ്രവർത്തകരും എല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് എത്ര മൃതദേഹങ്ങൾ കിട്ടി എന്നത് വളരെ കൃത്യമായി നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും ഇന്ന് 15ലധികം മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോഴും പൂർണ്ണമായും പരിശോധിച്ച് കഴിഞ്ഞിട്ടില്ല. അത് ഈ കർണാടക വനവുമായി ചേർന്ന് കിടക്കുന്ന വയനാടിൻ്റെ വനവുമായി ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്തെ ഒരു സെറ്റിൽമെൻറ്റ് കോളനിയാണ് എന്നാണ് അവിടെ ചെന്ന DYFIയുടെയും മറ്റും സുഹൃത്തുക്കൾ പറഞ്ഞത്. അവിടെ ഒരുപക്ഷെ കുറച്ചുകൂടി മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യ ഭാഗമായി ഉരുൾപൊട്ടി വന്ന ഒരു വലിയ കുത്തൊഴുക്കിൽപ്പെട്ട ഒരു പ്രദേശമാണത്. അതുകൊണ്ട് ഒരുപക്ഷെ മൃതദേഹങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ പരിശോധന നടത്താനും അത് വയനാട്ടിൽ നിന്ന് വനത്തിലൂടെ താഴോട്ട് ഇറങ്ങി അവിടെ പരിശോധിക്കണം എന്നൊരു നിർദ്ദേശമാണ് പൊതുവിലുണ്ടായത്. അല്ലാതെ ഇത്രയും ദൂരം നടന്ന് 12ലധികം കിലോമീറ്റർ മുകളിലേക്ക് നടന്ന് അവിടെ നിന്ന് മൃതദേഹം ഈ ചാക്കിൽ കെട്ടി അല്ലെങ്കിൽ തുണിയിൽ കെട്ടി തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പ്രയാസമേറിയ കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പരിശോധനയും അവിടെ നടക്കുന്നുണ്ട്. ഏതായാലും ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരത്തിനനുസരിച്ച് മാത്രമേ എത്ര മൃതദേഹങ്ങൾ കിട്ടിയെന്ന് പൂർണ്ണമായി പറയാൻ പറ്റൂ. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ നമ്മൾ അല്ലെങ്കിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നിടത്ത് ഇന്ന് രാവിലെ ഞങ്ങൾ മൃതദേഹങ്ങൾ തേടി യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകരുതേ, ഒരു മൃതദേഹം പോലും കിട്ടാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. കാരണം എങ്കിൽ അത്രയും പേർ ഈ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാകുമല്ലോ, വയനാടിൻ്റെ ഈ തീരത്തുണ്ടാകുമല്ലോ എന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ അവസാനം ഏതാണ്ട് 10 മണിയോടുകൂടി 9:45 ആദ്യത്തെ 2 മൃതദേഹം നമ്മളുടെ മുന്നിൽ വന്നുപെടുന്നത്. അതിനുശേഷമാണ് ബാക്കി എല്ലാ മൃതദേഹങ്ങളും വരുന്നത്. പിന്നീട് 11 മണിയോടുകൂടി അവിടെ നിന്നും അവർ ഈ മൃതദേഹം ചുമന്ന് താഴത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങി. ഞങ്ങൾ അവർക്കൊപ്പം അവരുടെ കൂടെയുള്ള ഒരാളായി അല്ലെങ്കിൽ ഒരു സംഘമായി ഞങ്ങൾ അവരുടെ മുന്നിലും പിന്നിലുമായി അവർക്ക് വഴി കാണിച്ചും അവരുടെ കൈപിടിച്ചും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നവർക്കൊപ്പം പങ്കുചേർന്നും വെള്ളം കൊടുത്തും എല്ലാം തന്നെ ഞങ്ങൾ അവർക്കൊപ്പം കൂടുകയായിരുന്നു മോത്തി.